എന്തായാലും വയനാട് മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെങ്കിലും എന്തായാലും ആ ആവേശം ചുരം ഇറങ്ങും എന്നതിൽ എന്തായാലും സംശയമില്ല. ഇപ്പോൾ മലപ്പുറം DCCയിൽ നിന്നും റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, മലപ്പുറത്ത് എങ്ങനെയാണ് രാഹുലിന്റെ വരവിനെ ആവേശത്തോടെയാണ് വരവേൽക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രാഹുൽ ഗാന്ധിയുടെ വരവിൽ വലിയ ആവേശത്തിലാണ് മലപ്പുറത്തെ UDF പ്രവർത്തകരുള്ളത്. പ്രത്യേകിച്ച് DCC ഓഫീസിൽ UDF നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്, പ്രവർത്തകരുണ്ട്. നമുക്കൊപ്പം DCC പ്രസിഡന്റ് VV പ്രകാശ് ഉണ്ട്. ഒപ്പം വയനാട്ടിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവസാനം വരെ ഇടം പിടിച്ച KP അബ്ദുൽ മജീദ് ഉണ്ട്. എത്രത്തോളം ഭൂരിപക്ഷമാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ വലിയൊരു ഭൂരിപക്ഷമാണ്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിന്ന് ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം പറയുന്നതൊരു ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് എണ്ണം പറയുന്നില്ല. പക്ഷേ വലിയൊരു ഭൂരിപക്ഷം, ഒരു പക്ഷേ കേരളത്തിലെ, ഒരു പക്ഷേ എന്നല്ല, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട് പാർലമെൻ്ററി മണ്ഡലത്തിലുണ്ടാവും. വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രചരണം. ഏത് തരത്തിലാണ് എന്നതൊക്കെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയോ? വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് 3 നിയോജക മണ്ഡലങ്ങൾ വയനാട് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലുള്ളതാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളിലും നല്ല പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഞങ്ങൾ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംഘടനാ പ്രവർത്തനവും സംഘടനാ മിഷനറി ഞങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂത്ത് തലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കമിട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകും. ബൂത്ത് തല കൺവെൻഷനുകൾ 60% പൂർത്തിയായി കഴിഞ്ഞു. പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പൂർത്തിയായി കഴിഞ്ഞു. UDF നിയോജക മണ്ഡലതല കൺവെൻഷൻ നിലമ്പൂരിൽ പൂർത്തിയായി. വണ്ടൂരും ഏറനാടും ഇന്ന് പ്രഖ്യാപനം വന്നതുകൊണ്ടാണ് ചിലപ്പോൾ നാളെ അല്ലെ അത് നടത്താനുള്ള നീക്കങ്ങളായി മുന്നോട്ട് പോകുന്നത്. സംഘടനാ മിഷനറി UDF കോൺഗ്രസിൻ്റെ വളരെ ചിട്ടയായി അത് എണ്ണയിട്ട യന്ത്രം പോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലേക്ക് പോവുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം കൂടി വന്ന സാഹചര്യത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ്. അവസാന നിമിഷം വരെ സജീവമായി പേരുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊരു പൂവാണ് ആഗ്രഹിച്ചത്, എനിക്കൊരു പൂക്കാലമാണ് കിട്ടിയത്. ഇതിലപ്പുറം സന്തോഷം എന്ത് വേണം? ഈ വേനലിൽ ഒരു വലിയ പേമാരി പെയ്ത പോലെയാണ് ഞങ്ങളുടെയൊക്കെ മനസ്സ്. അമേഠിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആ സീറ്റ് നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ വരും. അതാ നമുക്ക് 5 കിലോമീറ്റർ അപ്പുറത്ത് പുഴയുണ്ടെങ്കിൽ ഇപ്പം തന്നെ മടക്കുത്തി പോകേണ്ട കാര്യമില്ലല്ലോ, അപ്പം കുത്തിയാൽ പോരെ. എത്രത്തോളം ആവേശമുണ്ട് നിങ്ങൾ പ്രവർത്തകർക്കൊക്കെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നൽകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി മണ്ഡലം കാണാതെ വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലേക്ക് വരേണ്ട ഒരവസ്ഥ പോലും ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ ചരിത്രം മലപ്പുറം ജില്ലക്കുണ്ട്. ഇസ്മായിൽ സാഹിബിനെ മണ്ഡലം കാണാതെ വിജയിപ്പിച്ച ജില്ലയാണിത്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് പറ്റാവുന്ന. രാഹുൽ ഗാന്ധി കുറേ പ്രാവശ്യം വരുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താ കരുതുന്നത്? രാഹുൽ ഗാന്ധി കുറേ പ്രാവശ്യം വരുമെന്നല്ല, ഇപ്പോൾ അതിന് വന്നു കഴിഞ്ഞില്ല. മത്സരിക്കാനല്ല, പ്രചരണത്തിന് രാഹുൽ ഗാന്ധി ഇനി വന്നു. രാഹുൽ ഗാന്ധി വരേണ്ട ആവശ്യമില്ല. അത് കോൺഗ്രസ്സുകാരെ അത് ഏറ്റെടുത്ത് മൂപ്പരെ ജയിപ്പിച്ച് വിടും. എന്താണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തകരൊക്കെ കരുതി വെച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ എന്താ ലോകം പ്രതീക്ഷിക്കുന്ന, ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുക എന്നുള്ളത്, അത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്